എങ്ങനെയുണ്ട് എൻ്റെ ലുക്കുകള്? കറുപ്പ് മാല, സ്വാമി ശരണം. അപ്പൊ ഗൈസ് നമ്മളിന്ന് എല്ലാരും കൂടെ ഒരു എലിഫന്റ് പാർക്കിൽ പോവുകയാണ്. ആനയെ കണ്ടിട്ടുണ്ടോ? ആനയെ കണ്ടിട്ടുണ്ട്. എവിടെ ലാസ്റ്റ് എന്നാണ് ആനയെ കണ്ടത്? എവിടെ? ഇല്ല, അച്ഛല്ല കടുവ. എന്തിരുന്ന് കടുവേ? അവിടെ ആന ഇല്ലായിരുന്നു. ഏത് കടുവ? ലാസ്റ്റ് ആനയെ കണ്ട എന്നാണോ എന്തോ മറന്നുപോയാ? എന്നായിരുന്നു? നമ്മള് തിരുവനന്തപുരത്ത് പോയായിരുന്നു. തിരുവനന്തപുരത്ത് മറ്റേ ഇവിടെ മ്യൂസിയത്തിൽ എവിടെ ആന? സൂയിൽ ആന ഇല്ലായിരുന്നു, അവിടെ ഇല്ലായിരുന്നു. നമ്മള് പുതിയ സോളാറിന്റെ ലൈറ്റ് ഒക്കെ മേടിച്ചു കേട്ടോ. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, 2 ലൈറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോ എത്തും DJ. അളിയ ലാസ്റ്റ് ആനയെ കണ്ടെന്നാ? ഇന്ന് കണ്ടായിരുന്നു വീഡിയോക്കകത്ത്. അല്ല, ഒറിജിനൽ ആന. നമ്മൾ അന്ന് രാത്രി പോയില്ലേ, ഒരു ദിവസം നമ്മള് രാത്രി ട്രിവാൻഡ്രം പോയ സമയത്ത് വണ്ടിക്കകത്ത് കൊണ്ടുപോകണുണ്ടല്ലേ. എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടം. അത് ഞാനല്ലേ സ്വാമി. അച്ഛൻ മൃതമല്ല കേട്ടോ, അച്ഛൻ കള്ളസ്വാമിയാ. എന്നെ ആദ്യമേ പിടിച്ചങ്ങ് സ്വാമി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അച്ഛനല്ലേ പറഞ്ഞ പോവാന്ന്. അച്ഛൻ എന്റെ അടുത്ത് എന്തിനാ പറഞ്ഞത്? ഞാൻ മാലയിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇടുന്നല്ലേ പറഞ്ഞ? അങ്ങനെ പറഞ്ഞായിരുന്നു. നമ്മളെ വീട്ടിൽ അന്നുമല്ലേ മൃതോ, ഞാനും സ്വാമിയാ. നമ്മള് മീൻ മേടിച്ചതാ. ഓംപ്ലേറ്റ് ഒന്നില്ലായിരുന്നു ഇന്നലെ. ഓംപ്ലേറ്റ് ഇതെന്തിനാ? മലയ്ക്കോ മാല കിട്ടുന്നത് നല്ല രീതിയിൽ ശരണമാക്കി വിളിച്ച് പോയാൽ മതി. ഒരു കുഴപ്പമില്ല. അയ്യപ്പൻ അറിയാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തോ തള്ള. ഏകദേശം എന്തായാലും ഇവിടുന്ന് ഏതാണ്ട് ഒരു 22 കിലോമീറ്റർ ഉണ്ട്. 3/4 മണിക്കൂർ ഡ്രൈവ്. നല്ല വിളഞ്ഞാന്ന് തോന്നുന്നല്ലേ. കുടിച്ചിട്ടില്ലേ? എന്റെ പണ്ട് എന്നെ ഒരു അണ്ണാച്ചി പറ്റിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു അണ്ണാച്ചി വെള്ളം ഒഴിച്ചിട്ട് പറഞ്ഞു 50 രൂപ കൂടുതലാന്ന്. എക്സ്ട്രാ വെള്ളത്തിന് എക്സ്ട്രാ മണി. പറ്റിച്ചിട്ടില്ലേ? ഇളക്കൊന്നും പിടിച്ചില്ല, ഒരു പഞ്ചാര വെള്ളോ. പറ്റിക്കും. ആ നമ്മുടെ അവിടുത്തെ എസ്വളവില്ലേ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഫ്രഷ് സാധനം. ഭയങ്കര വെയില്, ഒരു ഫ്രഷ് ഫീൽ ഇല്ലേ? ഇതോടെ ഇഷ്ടപ്പെട്ടില്ലേ എന്നാച്ചാ? അച്ഛൻ തന്നെച്ചാ? ഇത് കരിക്കല്ല. കൊള്ളാമോ? ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ പാർക്കിനകത്ത് കയറി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ്? തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ ക്രിസ്മസ് ട്രീ. അച്ഛാ, നമ്മുടെ പുൽക്കൂട് പൊളിക്കണ്ടേ നമുക്ക്? ഇന്ന് നമുക്ക് പൊളിച്ചാലോ? തീയിടാം നമുക്ക്. ഏതാ ഇത്? പിടിച്ചാ അവര് പിടിച്ച അറേഞ്ച് അടുത്ത ക്രിസ്മസിന് കാണത്തൂല്ല. അച്ഛൻ അവിടെ തോണ്ടേ ആനയുടെ അവിടെ നല്ല ഐശ്വര്യമുള്ളൊരു ആന. ഹൈ, നല്ല രസമുള്ള ആന കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല ആന. മടലെല്ലാം എടുത്ത് എറിഞ്ഞു തരുമെന്തോ. കയ്യൊക്കെ ആട്ടി കാണിക്കുന്ന വാന്ന്. നമുക്ക് കൂടെ എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാവേ. ബാച്ചാ ഫോട്ടോ എടുക്കാം. എന്റെ പേരെന്തരാ? ഇല്ലേ, ഗംഗ. പെൺകുട്ടിയാട്ടോ. ഞാൻ ആദ്യമായിട്ടോ പിടിക്കുന്നത് ഇങ്ങനെ. പാവാട്ടോ, കണ്ണടച്ചു പിടിച്ചേക്കാം. പക്ഷെ നല്ല പ്രോപ്പർട്ടി അല്ലേ, നല്ല രസമുണ്ട്. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ആനത്താവളം. അച്ഛാ, അല്ല ഒട്ടക. ഈ ഒട്ടക പിണ്ടമാണോ ഇത്? ഈ ഇവിടുത്തെ ഒട്ടക ഇങ്ങനെയാണ് പിണ്ടിടുക. ഞാൻ ഒട്ടകത്തിനെ നേരിട്ട് കാണുന്ന ഫസ്റ്റ് ടൈം ഐ എം ലുക്കിംഗ് ഒട്ടകം ഇൻ ഫ്രണ്ട് ഓഫ് മീ. അല്ല ഒട്ടക നമ്മുടെ ചടങ്ങത്തുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. നല്ല ഒട്ടക വെച്ചാ ഈ നമ്മുടെ ഇവിടെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും ഒട്ടകത്തിന്. ആൾക്കാരെ കാണിക്കും. ഇത് ഇച്ചിരി ടെററാന്ന് തോന്നാ കേട്ടോ. നമ്മള് പിടിച്ചത് പാവ ആനയായിരുന്നു. കുറച്ച് ഇത് ഏതാ കൊമ്പെന്നൊക്കെ. അയ്യോ, മറ്റേതാ പൊളി. മോനെ സീൻ സാധനം കേട്ടോ അത്. പിന്നെ പാർക്ക് ചെയ്യാൻ കൊണ്ടുപോകാൻ തോന്നും. എനിക്ക് ഒട്ടകം മന്തി തിന്നണോ വെച്ചാ? അതിന്റെ പിടിയുണ്ട് കൊമ്പ്. ഇതിനെ
അടുത്തോട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ പോകില്ല, എനിക്ക് പേടിയാവുന്നു കണ്ടിട്ട്. പക്ഷെ നമ്മള് അത് ഭയങ്കര കണ്ടതിന് അവൻ കൊള്ളാം. അത് അവളായിരുന്നു, അത് പാവമായിരുന്നു. കുഴപ്പക്കാരനാ കണ്ടോ, കൂടെ കൂടെ മൂത്രം ഒഴിക്കുന്നു, മൂത്രം കൊമ്പിരിക്കുന്നുണ്ടേ. അതിനിപ്പോ ചന്ദ്രനി പോ അതിനെ തുടങ്ങി ചെന്ന ഞാൻ പോകൂല തൊടാൻ. മേളി പോയി ഷീറ്റ് പൊളിച്ചങ്ങ് മേല് പോയിട്ട് ഒരിത്തിരി കഴിഞ്ഞിട്ടേ ഇത് ആകെ വീഴും. ഇങ്ങനെ ആടുന്നു. നമുക്കിവിടെ നിന്ന് എന്തും കാണിക്കാം. ഇത് ഒറിജിനൽ കൊമ്പാണ് അച്ഛാ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് വെക്കും, മറ്റേ എഴുന്നള്ളത്തിന് പോകുമ്പം സ്ക്രൂ ചെയ്ത് വെക്കും ചില ആനയ്ക്ക്. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. മടലെടുക്കുന്നു കേട്ടോ, മടലെടുത്ത് വീശുന്നു. അച്ഛനെ ഓടി പോയിട്ട് ആ കൊമ്പി പിടിച്ചിട്ട് അതിന്റെ കാര്യമല്ല, തൊട്ടാ മതി. 1000 രൂപ വരും ഞാൻ. ഒന്ന് മേളിൽ കയറി കാണിക്കാം. ഇല്ലല്ലേ, അവര് സമ്മതിക്കത്തില്ല. അല്ല ഞാൻ കയറിയല്ല. ഇല്ലല്ല ഞാൻ പറഞ്ഞേക്കാം. അതെ, അടുത്ത് ചെല്ലുന്ന ചുറ്റി നടുവറിക്ക് ഒരു പിടിയങ്ങ് പിടിക്കും, എടുത്തു വേണ്ട ആ കുറ്റിക്കകത്തൊരു അടി അങ്ങ് അടിക്കും. അടിയുണ്ട് അട്ടിക്ക്, എന്നെ അടി അങ്ങോട്ട് അട്ടിക്ക്. പക്ഷെ അത് കുഴപ്പമാണ്, ഇങ്ങനെ ആണി അടിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ആനയൊക്കെ കാട്ടിൽ നിന്ന് കൊണ്ട് മരിക്കുന്നതായിരിക്കൂലേ? പിന്നെ അല്ലേ, എങ്ങനെയായിരിക്കും പിടിക്കുന്ന ആനയെ? അത് വേറെ ആനകൾ കാണും. ഇതിന് ആന പത്തായോ? ആന ഈ മതങ്ങളൂലേ, മതത്തിന്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ആനയ്ക്ക് മതമൊക്കെ ഉണ്ടാച്ചാ, മനുഷ്യർക്കല്ലേ ഭ്രാന്തളാവൂലേ, അതായത് ഭ്രാന്തളവും മനുഷ്യനും ഭ്രാന്തളം. അതിനൊക്കെ ആനയ്ക്ക് ഈ മതം എന്ന് പറയുന്ന ഒരു ഭ്രാന്താണോ? അത് മതം അതല്ല, നീ പോടാ. അച്ഛൻ എന്തിനാ പറയുന്ന? മതം വൈ യു ആഗ്രീയിങ് വിത്ത് മീ? ഏതാ ഇതോ? ദൈവമേ, അതിന് ഇളകിയിരിക്കുന്ന സാധനം, അതിന്റെ കീഴിൽ പോയി നിന്നിട്ട കാര്യമൊക്കെ പറയണം. അളി എന്ത് പറഞ്ഞേ? മടലെടുക്കുന്ന ഈച്ച അടിക്കാനാണോ? ഓ, ഈ ആനകള് രണ്ടും മതപ്പാടില്ല. ഈ ഒരു സമയത്ത് അതിന്റെ അടുത്ത് പോകരുത്. എന്നിട്ടാണോ ഇയാൾ അവിടെ നിന്ന് ഈ ഇരുന്ന് ന്യായം ഒടിച്ച മൊത്തവും? എങ്ങോട്ടാ? ഇനി ഒട്ടകത്തിന് ഇളകിയിരിക്കണോ? ആനക്ക് അത്ര ഉള്ള. ഞാൻ ഒന്നിനും കേറുന്നില്ല, എനിക്ക് വയ്യ. ഈശ്വര, ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി പേടിക്കുന്നു. ഞാൻ എന്ത് നിന്നു. ഇവിടെ ഇങ്ങനെ താറാവൊക്കെ ഉണ്ട് കേട്ടോ. ഓ അച്ഛൻ നോക്കി, നീല കളറുള്ള താറാവ്. ഡാഡി, ബ്ലൂ ഡക്ക് മട്ട് അടിച്ചാലോ നമുക്ക്? കരിയും ചിലപ്പോ. ഇപ്രാവശ്യം നമുക്ക് ചെളി കൂട്ടി അടിക്കാം. കരിഞ്ഞത് ഏതായാലും നിങ്ങൾ തിന്നല്ല മൊത്തം. എന്നിട്ട് കൊള്ളാൻ കേട്ടോ, നല്ലൊരു ഇതാ ഇവിടെ. ഫ്ലൈയിങ് ഡക്ക്. ഓ, ഇത് പറക്കും. പറക്ക്. അതാരടാ അത്? ഹായ് ചലോ ചലോ. നിങ്ങളുടെ കഴുത്തിനൊക്കെ എന്താ പറ്റിയത്? ചവിട്ടി നൂത്തോളം ഉണ്ടല്ലോ. ഇതൊരു വെറൈറ്റി സൈസ് കോഴി കേട്ടോ. നമുക്ക് അടയിരുത്തിച്ചാലോ ഒരു കോഴി മേടിച്ച്? ഇത് വിരിയിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെടുക്കാം. ഇതാണ് ഈ തമിഴ്നാട്ടിലെ കൊത്തുകൂടുന്ന സാധനം. ഓ, പോരുകോഴി. ഓ, ഇത് പോരുകോഴിയാണേ. ഇതിന്റെ തലയാണ് മറ്റേ ഇലക്ട്രിക് ഷോക്ക് അടിച്ചണക്ക് ചെതറിയിരിക്കുന്നു തല. ഇവിടെ കണ്ണും പുണ്ണാക്കൊന്നും ഇല്ലടേ നിങ്ങക്ക്? കണ്ണ് കാണാവോ ചൈന്? കൊത്തും കേട്ടാ. ഒരു കൊത്തം കൊടുത്തിരുന്നേ. 10. കൊള്ളാൻ കേട്ടോ. അയ്യോ, മുയലച്ചടാ. മുയല് കുഞ്ഞു മുയല് കേട്ടോ. ഗിനിപ്പിഗ്. ഗിനിപ്പന്നി അത്. ഇവരെ എല്ലാരും പുല്ല് തിന്നുവാണേ. ഓ, ഇതെന്തോ സൈസാ ഇതിന്. ഇതാണ് കറക്റ്റ് ഒട്ടക പക്ഷി. അയ്യോ, ഓരോ ജീവികളെ എന്ത് രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചു വിടുന്നത്. ലൈക്ക് ദിസ്. ഇതൊക്കെ ഒരു കുഞ്ഞാട്ടം കിട്ടി. ഇതിപ്പോഴങ്ങോട്ട് പ്രസവിച്ച വെള്ളം തോന്നല്ലേ. നിങ്ങൾ രണ്ടുപേരുടെ നിക്ക്. അതിനത് അച്ഛൻ്റെ ഇപ്പുറത്താ കഴുത്ത്. നിന്നേ. ബോഡി കാണല്ല അച്ഛൻ്റെ ബോഡി കാണത്. ഇതിപ്പോ മതിലിന്റെ കൊണ്ടേ തേങ്ങ ഇരിക്കും പോലെ ഉണ്ട്. അമ്മ കഴുത്തിന്റെ അവിടെ പോയി അമ്മ അതിന്റെ. ഓക്കെ.
പിണ്ടം ഉണ്ടെന്ന്. അമ്മ പിണ്ടത്തിൽ ചവിട്ടിയ മുടി വളരും അമ്മ. ചവിട്ട്. ഞാൻ പണ്ട് കൊച്ചുനാളിലേ ചവിട്ടിട്ട്. വെളുക്കോ? പിണ്ടം മാരി തിന്നാ വെളുക്കുവന്ന് തിന്നി. ആയുസ് കൂടും. പിണ്ടം തിന്നാ ആയുസും കൂടും. അച്ഛനാച്ചാ പിണ്ടം വെച്ച് എന്തെല്ലാം ഉണ്ടാക്കും അറിയാവോ? ചന്ദനത്തിരി ഉണ്ടാക്കത്തില്ലേ പിണ്ടം വെച്ച്? ഇതിനകത്ത് കയറാ. അച്ഛാ കറക്കുവോ അച്ഛാ? അയ്യോ എങ്ങനെ കേറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അവിടെ ഇരുന്നോ? ആ അച്ഛൻ കറക്കും കേട്ടാ. ഓടേ ഓടേ. ആ ഇനി തിരിച്ച് തല അയ്യോ ഏ തല ഇറങ്ങും. തിരിച്ച് 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 തല ഇറങ്ങുന്നു. വേണ്ട 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 ശ്രീത് വേണ്ട. ഇത് ആള് കൂടി ഇത് ഓടിയുവേ. ചുമ്മാ ഒരു സ്ഥലത്ത് വന്ന ഒരു നല്ല സ്പീഡിൽ കറക്കുക കേട്ടാ. ഓക്കെ റെഡി. യുവർ ചോയ്സ്. കൊള്ളല്ലേ? ഇത് ഊരിയാണോ പോകുന്നത്? ഇത് നമ്മൾ കറങ്ങി തിരിഞ്ഞു വരുന്നത് ഒരു 1990-ലൊക്കെ അല്ല 1900-ലായിരിക്കണം അല്ലേ? അയ്യോ ഒന്നുമില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ, എനിക്ക് വ്ളോഗ് ഇല്ലാതെ പറ്റത്തില്ല. ഈ വ്ളോഗ് ഇടണം. ആ ഇനി തൊട്ട് ഇത് 1990-ആണ്. അച്ഛൻ കയറച്ചാ കളിപ്പിടി കളിയാ. ഞാൻ കൈ ഊരിപ്പോലെ. സ്പൈഡർമാൻ സിൽവർ 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 ഇപ്പൊ വരും. പുളിയല്ലേ ചെയ്ത്? പുളി കൂടെ ഞാൻ 1990-ലാ. ഞാൻ കൊച്ചാ. എന്തിനാണ് ചവിട്ടി പൊളിക്കുന്ന? എന്തിനാ കട്ട ഇളക്കുന്ന? അങ്ങനെയല്ല വീഡിയോ എടുക്കുന്നത്. തള്ള വിടണോ? ഓഹോ ഇപ്പൊ കവ കയറും കേട്ടോ. മാറിക്കോ. ഞാൻ 1990-ലാ. നീ 90 ജനിച്ചിട്ടില്ല. ഞാൻ യോഗിയൊക്കെ ജീവിച്ചിരുന്ന കാലത്തുള്ളതാ. തപസ് അനുഷ്ഠിക്കാൻ പോവാ. ഒരു ഫോട്ടോ കൂടാസനം. അച്ഛൻ കയറി ഇരിക്കുന്നു നോക്കുന്ന എവിടെയാണ്? ആ ആനൊരു വെള്ളമൊക്കെ കറക്കി കയറി. അച്ഛൻ എന്തോ വലിയതായിട്ട് കീഴടക്കിയ ഒരു ഫീലിലായിരിക്കുന്നത്. ഇതിൽ കയറണോ അതിൽ കയറണോ അമ്മ? ഫ്രണ്ടിൽ പോയി ഇന്നോ, ഞാൻ ഇപ്പൊ വരും. ഫ്രണ്ട് ചെയ്തോ. അത് കാറില്ല. വരട്ടെ. അയ്യോ ഇതിനകത്ത് പെടുവോ എന്തോ ദൈവമേ. വരുവാണേ കുട്ടബൊമ്മ. അതെ ഇത് സ്റ്റക്കായി. ഇത് സ്റ്റക്കായി പോയി. ഞാൻ തിരിച്ചു വരുവാ. ഇതേ നടക്കുന്ന സ്റ്റക്കായി. പേടിയായി പോയി. ഇതുവഴി അങ്ങ് വരാം. സ്വാമിയേ വീട് പറയട്ടെ കുഴപ്പമില്ല. ഓമ്മ അത് നീങ്ങുന്നില്ലമ്മ. എനിക്ക് ആൻസൈറ്റി കൂടുതൽ. ഇങ്ങനെ ഈ ഗുഹയ്ക്കകത്തൊക്കെ പെടുന്നതൊക്കെ പേടിയാ. ഇല്ല ഇല്ല ശ്വാസം മുട്ടും. എനിക്ക് ടെൻഷനാകും. അതാണൊക്കെ വണ്ടി കാറി കയറി ഡിക്കിയിൽ അടച്ചു വെക്കുന്ന പേടിയായിരുന്നു. പണ്ട് കൊച്ചിനെ ടീഷർട്ട് ഊരുന്നതിനെ പേടിയായിരുന്നു. ഭയങ്കര CT സ്കാന് MRI സ്കാൻ എടുക്കാൻ നേരത്ത്
മറ്റേ മിഷനിൽ കയറ്റി കൊടുത്തില്ലേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നെ കണ്ണടച്ച് ഇങ്ങനെ കിടന്നു. ഞാൻ ഗുഹയ്ക്കകത്ത് വിടുന്നതാണ് എനിക്ക് ഭയങ്കര പേടിയായത്. ഫിയർ ബോയ്. യാ ഗുഡ് ഗുഡ്. പിള്ളേരൊക്കെ ഭയങ്കര ഇംഗ്ലീഷ് ആട്ടോ, നമ്മളൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. ഒന്നും മിണ്ടായിരുന്നു. അച്ഛൻ 4 ഇംഗ്ലീഷ് അങ്ങോട്ട് എക്സ്ക്യൂസ് അങ്ങോട്ട് അടിച്ചു കൊടുക്കാ. യു ഡോണ്ട് നോ. അച്ഛൻ മെനങ്ങാന്ന് അങ്ങോട്ട് ഒരു ഇംഗ്ലീഷ് ആരും അടിച്ചല്ലമ്മ. വേണ്ടമ്മ, ഇപ്പം സമയം ശരിയല്ല. ഇത് ആ ആ ആ ഓ അത്രേ ഉള്ളോ? ഇങ്ങനെ പിടിക്കണം. ഓ അങ്ങനെ. ഇതിങ്ങനെ പറക്കി അപ്പുറത്തിട്ട് ഇവിടുത്തെ ഇത് തീർത്താ അളിയും ചേച്ചി. ആച്ചയുടെ അങ്ങനെ തന്നെ പറക്കിയിട്ട് അതൊരു ബാലൻസ് ആണ് കേട്ടോ ഇതിങ്ങനെ ഇടുന്ന. നിങ്ങൾ ആരും ജയിക്കൂല. റെഡി? 1 2 3 സ്റ്റാർട്ട്. കളി ഇത് ഊരി എടുക്കാം. ഞാൻ അളപ്പുണ്ടാക്കും. ഇതെന്തോ 2 പേർക്കും അത്ര കളിക്കാൻ പറ്റും. ഇത് ജയിക്കുന്നവര് നീ കളിക്കും. വേണ്ട, എനിക്ക് അളപ്പുണ്ടാക്കി. കൊച്ചു പിടിക്കുന്നേ. അയ്യേ തോറ്റ്. ഈ കളി അച്ഛനും ഞാനും കൂടാ. എന്തിനാ എനിക്ക് 4 എണ്ണം? ഇല്ല, തുടങ്ങില്ല. 1 2 3 സ്റ്റാർട്ട് തുടങ്ങാനല്ലേ തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. അതെന്തൊരു കളിയാണ്. പോയി. കള്ളക്കളി കളിക്കരുത്. പിന്നെ ഇതൊക്കെ ചെറിയ കളി. ആ ഇവര് കട്ട കേൾക്കുന്നുണ്ട്. ഇല്ല, പോയി വന്ന് ഇത് വെളിയിൽ പോയി പോകുന്ന ഔട്ടാ കേട്ടോ. വെളിയിൽ പോകുന്ന ഔട്ടാ. ജയിച്ച് പോട്ടെ. ടാറ്റ. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. ടാറ്റേ. അയ്യോടാ. സ്നേഹം കൊണ്ട് വിളിച്ചേച്ചി അല്ലേ? ഒരു സുഖവും കാണത്തില്ല. കടിച്ചു കയറിയൊന്നുമില്ല. അതെന്നെ വിളിച്ച് അതുകൊണ്ടല്ലേ പോയത്. ഇതാ മറ്റേ ഇവള് ദമേന്തു അവള് പുല്ല് കൊടുക്കും കേട്ടോ. എടിയേ. ഓക്കെ ഗൈസ്, ഇനി നേരെ വീട്ടിൽ പോയിട്ട് കാണാവേ. നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് അറിയേ. ഞങ്ങൾക്ക് മസാല ദോശയും അച്ഛന് പൂരി കഴിച്ചു തരാം. നമ്മള് പുതിയ ലൈറ്റ് അങ്ങ് ഫിറ്റ് ചെയ്തേട്ടാ വീട്ടില്. വെറും ലൈറ്റ് അല്ല, ഓട്ടോമാറ്റിക് സോളാർ ലൈറ്റ്. ഏത് വട്ടം? ഓ വാ, വണ്ടർഫുൾ. കണ്ടോ വർണ്ണത്തിൽ കത്തുന്നു. കറണ്ട് ഇല്ലെങ്കിൽ മഴ കാണാൻ എന്തിരി വെച്ചാ? മഴ പെയ്തോണ്ടിരിക്കുമ്പോ എന്തിരി കത്തൂല.
അയ്യോ ഞങ്ങളുടെ പുൽക്കൂട് ഇറങ്ങി വരുന്ന ഇത് നമ്മൾ പൊളിച്ചു കളഞ്ഞില്ല കേട്ടോ. ഇത് നമുക്ക് വീട്ടിന്റെ മണ്ടയിലോട്ട് കൊണ്ടുവെക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ക്രിസ്മസ് ട്രീക്ക് തിരി കൊളുത്താം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞ് എൻഡിങ് എൻഡിങ്. തീപ്പെട്ടി എടുത്തിട്ടോ. അളിയാ കാണണമെങ്കിൽ വാ, ഞാൻ കത്തിക്കാൻ പോവാ. തുണി മാറ്റാം. പിന്നെ കത്തി കഴിഞ്ഞിട്ട് കണ്ടില്ല എന്നൊന്നും പറയരുത്. നമ്മള് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തേട്ടാ. അളെ ഒന്ന് പിടിയളേ, ഞാൻ കത്തിക്കാം. എല്ലാരും നോക്കി നിന്നോ കേട്ടോ. മുറ്റം മൊത്തം കരിയില്ല. ഇവിടെ കത്തിക്കട്ടെ. ഓക്കെ ഓക്കെ. സ്വിച്ച് ഇത്രയുള്ള തീർന്നു. ഞാൻ ഭയങ്കരമായിട്ട് കത്തുമെന്ന് വിചാരിച്ചു. ഇല്ലല്ലേ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.